നമ്മുടെ ഇന്ത്യൻ പോപ്പുലേഷനിൽ മൈഗ്രെയിൻ വരാനുള്ള 5 റീസൺസിനെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ്, സ്ട്രെസ്സാണ്. ഓവർ വർക്കും അതുപോലെ തന്നെ ഉറക്കം ഒഴിച്ചിട്ടുള്ള വർക്കും ഇതാണ് ടോപ്പ് റീസൺ. സെക്കൻഡ് റീസൺ, മീൽസ് സ്കിപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഭക്ഷണം കൃത്യസമയത്ത് കഴിക്കാതിരിക്കുക, ഭക്ഷണത്തിനെ ടോട്ടലായിട്ട് സ്കിപ്പ് ചെയ്യുക, ഇതാണ് വേറൊരു റീസൺ. ഇനി അതുപോലെ തന്നെ വേറൊരു നല്ല ട്രിഗറാണ് സ്ട്രോങ് ആയിട്ടുള്ള സ്മെൽ അല്ലെങ്കിൽ കൂടുതൽ നേരമുള്ള ലൈറ്റ് എക്സ്പോഷർ. കണ്ടമാനം നേരം മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നതും അതുപോലെ തന്നെ എപ്പോഴും ഉപയോഗിക്കാത്ത ഒരു സ്മെൽ അല്ലെങ്കിൽ ഒരു പെർഫ്യൂം, അത് ഗുഡ് ആവട്ടെ ബാഡ് ആവട്ടെ, രണ്ടായാലും ശരി, അത് മൈഗ്രെയിനെ ട്രിഗർ ചെയ്യും. നാലാമത്തത് കൂടുതലും ലേഡീസിൽ കാണുന്നതാണ്. അവർ ഹോർമോണൽ ചേഞ്ചസ് അല്ലെങ്കിൽ പീരീഡ്സ് അനുബന്ധിച്ച് അതിൻ്റെ അടുത്ത് വരുമ്പോഴത്തേക്കും വരുന്നതാണ് നാലാമത്തെ ഒരു ട്രിഗർ. ഇനി പറയാൻ പോകുന്നത് ചെറിയ ചെറിയ ട്രിഗേഴ്സ്. അതിലൊന്ന് ഏറ്റവും കോമൺ ആയിട്ടുള്ളത് സൈനസൈറ്റിസ് ആണ്. സൈനസൈറ്റിസ് തന്നെ ഹെഡേക്ക് ഉണ്ടാക്കാം, പക്ഷേ സൈനസൈറ്റിസ് തന്നെ മൈഗ്രെയിൻ ഒരു ട്രിഗറായി മാറുകയും ചെയ്യാം. അതുകൊണ്ട് രണ്ടിൻ്റെ വ്യത്യാസം അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി നിങ്ങളുടെ ഡോക്ടറെ തന്നെ കാണണം.